സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. So let's move to the chapter. Read and reflect. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. അപ്പോൾ എന്താ പറയുന്നത്? ടൈംലി അറൈവൽ എന്ന് വെച്ചാൽ തക്ക സമയത്തുള്ള വരവിനെയാണ് ടൈംലി അറൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എഴുതുകയാണ്, എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്? ഗാന്ധിജിയുടെ തക്ക സമയത്തുള്ള വരവ് എങ്ങോട്ട്? ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലോട്ട് ഗാന്ധിജിയുടെ തക്ക സമയത്തുള്ള വരവിനെ കുറിച്ചാണ് നെഹ്റു എഴുതുന്നത്. വെൻ ദി കൺട്രി വാസ് ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ലീഡർഷിപ്പ്. ആ ഒരു സമയം എന്ന് പറയുന്നത്, ആ ഒരു ടൈം, ഗാന്ധിജിയുടെ വരവിൻ്റെ ആ ഒരു സമയത്ത് നമ്മളുടെ രാജ്യം, ഡയർ എന്നുള്ള ടേമിൻ്റെ മീനിങ് ദാരുണമായ ഒരു, ഈ ഒരു ലീഡർഷിപ്പ് നമ്മളുടെ രാഷ്ട്രത്തിന് ഭയങ്കര വേണ്ടൊരവസ്ഥയിൽ നിൽക്കുന്ന ടൈമിലാണ് ഗാന്ധിജി നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ഗാന്ധിജി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദി ഡാർക്ക്നെസ്. ഗാന്ധിജി എങ്ങനെയായിരുന്നു? ഒരു പ്രകാശമായിരുന്നു, ഇരുട്ട് നീക്കം ചെയ്ത ഒരു പ്രകാശം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഗാന്ധിജിയുടെ വരവ് എന്ന് പറയുന്ന ആ ഒരു സമയം ആളുകളുടെ ഉള്ളിലൊക്കെ പ്രതീക്ഷയില്ലാത്തൊരു ടൈമാണ്. ആ പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് അവർക്ക് പ്രതീക്ഷയായിട്ട് വരികയായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് ഗാന്ധിജി. ഓക്കെ, ജവഹർലാൽ നെഹ്റു മേക്സ് എ റൈറ്റ് അസസ്മെന്റ് ഓഫ് ഗാന്ധിജി ഇൻ ഹിസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. റീഡ് ദി എക്സെപ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ജവഹർലാൽ നെഹ്റു ഗാന്ധിജിനെ കുറിച്ച് വിലയിരുത്താണ്. അസസ്മെന്റ് എന്ന് വെച്ചാൽ വിലയിരുത്തുക, ഒരു ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തുകയാണ്. ഏതിലൂടെ? ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ റീഡ് ദി എക്സെപ്റ്റ്, ആ ഒരു എക്സെപ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഭാഗം നമ്മളോട് റീഡ് ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. ആൻഡ് ദെൻ ഗാന്ധി കെയിം, പിന്നീട് ഗാന്ധി വന്നു എന്നാണ് ടേമിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. എന്താ പറയുന്നത്? വേൾഡ് വാർ 1 ended at last. അങ്ങനെ അവസാനം വേൾഡ് വാർ 1 അവസാനിച്ചു. ഓക്കെ, ആൻഡ് ദി പീസ്, അതിൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, അത് അവസാനിച്ചതിൻ്റെ സമാധാനം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്. ഇൻസ്റ്റെഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പകരം, റിലീഫ് ആശ്വാസം, പ്രോഗ്രസ് പുരോഗതി, പുരോഗതിയും ആശ്വാസം കൊണ്ടുവരുന്നതിന് പകരം, വേൾഡ് വാർ എൻ്റെ ഇതിൻ്റെ സമാധാനം ഒരു പുരോഗതിയും ആശ്വാസം കൊണ്ടുവരുന്നതിന് പകരം, ബ്രോട്ട് അസ് റിപ്രസീവ് ലെജിസ്ലേഷൻ ആൻഡ് മാർഷൽ ലോ ഇൻ ദി പഞ്ചാബ്. എന്താ കൊണ്ടുവന്നത്? ബ്രോട്ട് അസ് കൊണ്ടുവന്നത് റിപ്രസീവ് ലെജിസ്ലേഷൻ. റിപ്രസീവ് ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തലിൻ്റെ ഒരു ഭരണം. ആൻഡ് മാർഷൽ ലോ, പട്ടാള ഭരണവും. ഇൻ പഞ്ചാബ്, പഞ്ചാബിൽ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിൽ സമാധാനത്തിന് പകരം കൊണ്ടുവന്നത് ഭയങ്കരമായിട്ടുള്ള അടിച്ചമർത്തലിൻ്റെ ഭരണവും അതുപോലെ തന്നെ പട്ടാള ഭരണവുമാണ് എന്ന് പറയുന്നത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് എ പാഷനേറ്റ് ആങ്കർ ഫിൽഡ് ആ പീപ്പിൾ. അപ്പോൾ എന്താ പറയുന്നത്? എ ബിറ്റർ സെൻസ്, ഒരു കയ്പേറിയ, ഹ്യൂമിലിയേഷൻ അപമാനം, ആൻഡ് പാഷനേറ്റ് ആങ്കർ, ഭയങ്കരമായിട്ടുള്ള ആങ്കറിനാണ്, തീവ്രമായ ആങ്കറിനാണ് പാഷനേറ്റ് ആങ്കർ എന്ന് പറയുന്നത്. ഫിൽഡ് ആ പീപ്പിൾ, നമ്മളുടെ ജനങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു ഭയങ്കരമായ ദേഷ്യവും അപമാനവും ഫീൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതായത് വേൾഡ് വാർ 1 കഴിഞ്ഞിട്ടും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി ഹാഡ് ബിക്കം എ ഡെറിലിക്റ്റ് നേഷൻ. ഡെറിലിക്റ്റ് നേഷൻ എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട രാഷ്ട്രം. ഓക്കെ, അതായത് അത്രയും പുവറായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിപ്പെട്ടു എന്ന് പറയുന്നത്. യെറ്റ് വാട്ട് കുഡ് വി ഡു? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്. വിഷ്യസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ദുഷിച്ച, ഈ ഒരു ദുഷിച്ച പ്രക്രിയ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ള ചിന്തയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. വി സീംഡ് ടു ബി ഹെൽപ്ലെസ് ഇൻ ദി ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റേഴ്സ്. നമ്മൾ എങ്ങനെയാണ് കാണപ്പെട്ടത്? സീംഡ് എന്ന് വെച്ചാൽ കാണപ്പെട്ടു, തോന്നപ്പെട്ടു. ഇൻ ദി ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റേഴ്സ്. ഗ്രിപ്പ് എന്ന് വെച്ചാൽ പിടിയിൽ,
ആരുടെ പിടിയിൽ? പവർഫുൾ മോൺസ്റ്റേഴ്സ്, ഒരു പവർഫുൾ ആയിട്ടുള്ള രാക്ഷസന്മാരുടെ പിടിയിൽ അകപ്പെട്ട രീതിയിലാണ് നമ്മൾ കാണപ്പെടുന്നത്, ഇന്ത്യക്കാരെ കാണപ്പെടുന്നത് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷിൻ്റെ ഭരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ലിംസ് വർ പാരലൈസ്ഡ്. ലിംസ് എന്ന് വെച്ചാൽ കൈക്കാലുകൾ, പാരലൈസ്ഡ് എന്ന് വെച്ചാൽ തളർന്നു പോവുക. അപ്പോൾ നമ്മളുടെ ലിംസ്, നമ്മളുടെ കൈക്കാലുകൾ എങ്ങനെ തളർന്നു പോയ പോലെയാണ്, ലൈക്ക് വി കനോട്ട് ഡു എനിത്തിങ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവർ മൈൻഡ്സ് ഡിഡൻറ്റഡ്. നമ്മളുടെ മനസ്സോ ഭയങ്കര ഒരു അവസാന ഘട്ടത്തിലെത്തിയ പോലെ, ലൈക്ക് മരവിച്ച പോലെയാണ് നമ്മളുടെ മനസ്സ് കാണപ്പെടുന്നത്. Large numbers of people cut off from the land and incapable of any kind of manual or technical work. അപ്പോൾ എന്താ പറയുന്നത്? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, കുറേ നമ്പർ ഓഫ് പീപ്പിൾ, ജനങ്ങൾ, കട്ട് ഓഫ് ഫ്രം ദി ലാൻഡ്, അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടൊരവസ്ഥ, ഭൂമി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തപ്പെട്ടു. ആൻഡ് ഇൻകാപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്. ഇൻകാപ്പബിൾ എന്നുള്ള ടേമിൻ്റെ മീനിങ് കഴിവില്ലാത്ത, ഇൻകാപ്പബിൾ. ഓക്കെ, എനി കൈൻഡ് ഓഫ് ഒരു മാനുവൽ രീതിയിലോ, അതായത് മനുഷ്യസഹജമായിട്ടുള്ളൊരു രീതിയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ വർക്കിലോ ഒക്കെ കഴിവില്ലാത്തൊരു രീതിയിൽ ആയിപ്പോയി നമ്മളുടെ ജനങ്ങൾ. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ, വർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്ന നമ്മളൊരു അടിമത്തം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ജോയിൻ ദ സ്വെല്ലിംഗ് ആർമി ഓഫ് അൺഎംപ്ലോയിഡ്. അവർ ജോയിൻ ചെയ്തു ദ സ്വെല്ലിംഗ് ആർമി. സ്വെല്ലിംഗ് എന്ന് വെച്ചാൽ വീർത്ത് നിൽക്കുന്ന, ആർമി ഓഫ് അൺഎംപ്ലോയിഡ്. ഇവിടെ ആർമി ഓഫ് അൺഎംപ്ലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ജോലി ഇല്ലാത്തവരുടെ ആ ഒരു വലയത്തിൽ അവരും അകപ്പെട്ടു പോയി, ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണ് പറയുന്നത്. ആൻഡ് ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്, സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദി മൊറാസ്. ഹെൽപ്ലെസ്, നിസ്സഹായത. ഹോപ്പ്ലെസ് എന്ന് വെച്ചാൽ നിരാശ, നിരാശയും നിസ്സഹായതയും. സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദി മൊറാസ്, അതൊക്കെ മുങ്ങിപ്പോയി, വീണ്ടും അവർ ആഴങ്ങളിലോട്ട് മുങ്ങിപ്പോയി. മൊറാസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ചതുപ്പ് നിലം. അവർ ആ ചതുപ്പ് നിലയത്തിൻ്റെ ആഴത്തിലോട്ട് മുങ്ങിപ്പോയി എന്ന് പറയുന്നത്. ഒന്നും ചെയ്യുന്നില്ല, വർക്കില്ല, ഇവരെ എതിർക്കാൻ പറ്റുന്നില്ല, ഹോപ്പ്ലെസ് ആണ്, നിരാശരാണ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനൊരു സ്റ്റേറ്റ് ഓഫ് രീതിയിൽ നിൽക്കുമ്പോൾ അവർ കൂടുതൽ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ദേ ഡിഡ് നോട്ട് നോ വേർ ടു ലുക്ക് ഫോർ നെതർ ദ ഓൾഡ് നോ ദി ന്യൂ ഓഫേർഡ് ദം എനി ഹോപ്പ്. അവർക്ക് എങ്ങോട്ട് നോക്കണമെന്നറിയുന്നില്ല. ഫോർ നെതർ ദി ഓൾഡ് നോ ദി ന്യൂ, പുതിയതും പഴയതോ അവർക്കൊരു എന്താ പറയുക, വാഗ്ദാനം നൽകുന്നില്ല. പുതിയ രീതികളോ പഴയ രീതികളോ ഒന്നും അവർക്കൊരു ഹോപ്പ് നൽകുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് കുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? How could we pull India out of this quagmire of poverty and defeatism? അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെ ഇന്ത്യയെ ഈ ഒരു ക്വാഗ്മയർ എന്ന് വെച്ചാൽ ചതുപ്പ് നിലം അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടം എന്നൊക്കെയാണ് പറയുന്നത്, ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ ഇന്ത്യയെ വലിച്ചെടുക്കാം. ആൻഡ് ഡിഫീറ്റിസം എന്ന് വെച്ചാൽ പരാജയപ്പെടുന്നൊരു തോന്നൽ, പരാജയപ്പെടും എന്നുള്ള ആ ഒരു ചിന്ത, അതിൽ നിന്നും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ ഇന്ത്യയെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. Not for a few years of excitement and agony and suspenses, but for a long generations our people had offered their blood and toil, tears and sweat. അപ്പോൾ എന്താ പറയുന്നത്, not for a few years of excitement, കുറച്ച് വർഷത്തെ എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല. ഓക്കെ, ആവേശം, എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആവേശം മാത്രമല്ല, അഗോണി എന്ന് വെച്ചാൽ വേദന, അതുപോലെ തന്നെ ഒന്നുമല്ല, അതായത് കുറച്ച് വർഷത്തെ ആവേശവും വേദനയും മാത്രമെന്നല്ല ഇവിടെ ഉള്ളത്. ബട്ട് ഫോർ എ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ, ബട്ട് കുറേ ജനറേഷനായിട്ട് നമ്മളുടെ ജനങ്ങൾ ഓഫർ ചെയ്യുന്ന എന്തൊക്കെയാണ്, ബ്ലഡ് ആൻഡ് ടോയിൽ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പെയിൻഫുൾ ആൻഡ് സഫറിങ്സ്, ഭയങ്കര കഷ്ടപ്പാട് ഒക്കെ അനുഭവിച്ചു. ആൻഡ് ടിയേഴ്സ് ആൻഡ് സ്വെറ്റ് എന്നുള്ളതൊരു ഐഡിയമാണ്, വിച്ച് മീൻസ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇന്ത്യയെ ഒരു നല്ലൊരു രാജ്യമാക്കാൻ. ഇന്ത്യയെ ബ്രിട്ടീഷിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ജനറേഷൻസ് ആയിട്ടുള്ള കഷ്ടപ്പാടാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ എക്സൈറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിയുമ്പോഴെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും കിട്ടാത്ത ആ ഒരു സമയത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ.
And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മളുടെ ഇന്ത്യയെ ആഴത്തിൽ തിന്ന് തീർത്തു എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു ചിന്താഗതിയൊക്കെ കാരണം ഇന്ത്യയെ ആഴത്തിൽ ഇത് ബാധിക്കുന്നുണ്ടായിരുന്നു. പോയ്സണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്, നമ്മളുടെ എല്ലാ ലൈഫിൻ്റെ ഓരോ ആസ്പെക്റ്റിനെയും ഇത് വിഷം ഏൽപ്പിക്കുകയാണ്. ഈ ഒരു ചിന്താഗതികൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടും കിട്ടുന്നില്ല. ബ്രിട്ടീഷുകാരോടുള്ള ആ ഭയവും അവരോടുള്ള ആ ഒരു എന്താ പറയുക നിസ്സഹായ അവസ്ഥയും അതുപോലെ തന്നെ അപമാനിക്കപ്പെട്ട ഈ ഒരു രീതിയും എല്ലാം കൊണ്ടും നമ്മളെ ഇന്ത്യയുടെ ആത്മാവിനെ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജി വരുന്നത് കേട്ടോ. ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മെയ്ഡ് us stretch ourselves and take deep breaths, like a beam of light that piercing the darkness and remove the scale from our eyes, like a whirlwind that upset many things but most of all the working of people's mind. അപ്പം എന്താ പറയുന്നത്, he was like a powerful current of fresh air. അപ്പോൾ ഇവിടെ സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി എന്ന് വെച്ചാൽ എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവിങ് കമ്പാരിസൺ ഓഫ് വൺ തിങ് വിത്ത് അനദർ തിങ്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഗാന്ധിയെ കമ്പയർ ചെയ്യാണ്. പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ, ഒരു എന്താ പറയുക ശുദ്ധവായു കിട്ടുന്ന പോലെയായിരുന്നു. ഓക്കെ, ദാറ്റ് മെയ്ഡ് എ സ്ട്രെച്ച് അവർ സെൽസ് ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്. അത് നമ്മളെ സ്ട്രെച്ച് ചെയ്യാൻ സഹായിച്ചു. അതായത് നമുക്ക് നടുവൊക്കെ നിർത്തി നല്ലൊരു ആശ്വാസം തരുന്ന രീതി എന്നാണ് പറയുന്നത്. ആൻഡ് ടേക്ക് ഡീപ് ബ്രീത്ത്, നമുക്ക് നല്ലൊരു ശ്വാസം എടുക്കാനൊക്കെ ഈ ഒരു ഗാന്ധിയുടെ വരവ് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. പിന്നെ ഗാന്ധിയെ വീണ്ടും കമ്പയർ ചെയ്യാണ്. ബീം ഓഫ് ലൈറ്റ്, ഒരു പ്രകാശം പോലെ. ദാറ്റ് പിയേഴ്സിങ് ദി ഡാർക്ക്നെസ്. പിയേഴ്സിങ് എന്ന് വെച്ചാൽ തുളയ്ക്കുക, ഡാർക്ക്നെസ്സിനെ തുരത്തുന്ന അല്ലെങ്കിൽ തുളക്കുന്ന ഒരു പ്രകാശം പോലെയായിരുന്നു ഗാന്ധിജിൻ്റെ വരവ്. ആൻഡ് റിമൂവ് ദി സ്കെയിൽ ഫ്രം അവർ ഐസ്. ഇവിടെ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കവറിങ്സ് എന്നാണ് കേട്ടോ. നമ്മളുടെ കണ്ണ് മൂടിക്കെട്ടിയിട്ടുള്ള ആ കണ്ണിനെ തുറക്കുന്ന പോലെ, ആ ഒരു മൂടിക്കെട്ടിയ സംഭവം എടുത്ത് കളയുന്ന പോലെ. ലൈക്ക് എ whirlwind ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്. whirlwind എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ്. ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്, അത് തട്ടിമറിക്കുന്നു, കുറേ കാര്യങ്ങൾ അത് തട്ടിമറിക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ. ഈ whirlwind ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ് എന്നുള്ളൊക്കെ ഒരു സിമിലിയാണ് കേട്ടോ. ഗാന്ധിനെ കമ്പയർ ചെയ്യാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദി വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്. ഇതിനൊക്കെ അപ്പുറം എന്താണ്, ജനങ്ങളുടെ മനസ്സിനെ അതിനൊരു ആശ്വാസം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഗാന്ധിൻ്റെ വരവ്. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദി ടോപ്പ്, ഹി സീം ടു എമേർജ് ഫ്രം ദി മില്യൺസ് ഓഫ് ഇന്ത്യ സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്. അപ്പം എന്താ പറയുന്നത്, ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദി ടോപ്പ്, അദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വന്നതല്ല. അത് മുകൾ തട്ടിൽ ഉള്ള വ്യക്തികളുടെ ആ രീതിയാണ് പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നൊരു വ്യക്തിയല്ല. ഹി സീംഡ് ടു എമേർജ് ഫ്രം ദി മില്യൺസ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഉയർന്നു വരുന്നത്, എമേർജ് എന്ന് വെച്ചാൽ ഉയർന്നു വരുന്നത് ഇന്ത്യയിലെ മില്യൺസ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണ്. അതായത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, അവരുടെ ഭാഷ സംസാരിക്കുന്ന, അതായത് സാധാരണക്കാരുടെ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഗെറ്റ് ഓഫ് ദി ബാക്ക് ഓഫ് ദീസ് peasants and workers, he told us, all of you who live by their exploitations, get rid of the system that produces this poverty and misery. അപ്പം എന്താ പറയുന്നത്, ഗെറ്റ് ഓഫ് ദി ബാക്ക് ഓഫ് ദിസ് peasants ആൻഡ് വർക്കേഴ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കർഷകരുടെയും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരുടെയും പിന്നിൽ നിന്ന് മാറാനാണ് പറയുന്നത്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു അടിച്ചമർത്തലിൽ നിന്ന് പുറത്ത് വരാനാണ് പറയുന്നത്. ഗെറ്റ് റിഡ് ഓഫ് ദി സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് ദിസ് പോവർട്ടി ആൻഡ് മിസ്റ്ററി. ഈ ഒരു ദാരിദ്ര്യം അതുപോലെ തന്നെ മിസ്റ്ററി എന്ന് വെച്ചാൽ ദുരിതം ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വരാനാണ്. റിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഈ ഒരു സിസ്റ്റം ഒഴിവാക്കാനാണ് പറയുന്നത്. Political freedom took a new shape then and acquired a new content. അതിനുശേഷം പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ഒരു പുതിയ രൂപം ഉണ്ടായി. അതുപോലെ തന്നെ അക്വയർഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഏറ്റെടുക്കുക. എ ന്യൂ കോണ്ടന്റ്, പുതിയ ഉള്ളടക്കം ഉണ്ടാക്കി, ഏറ്റെടുത്തു. പൊളിറ്റിക്കൽ ഫ്രീഡം എന്നുള്ള ആ ഒരു
ചിന്തക്ക് പുതിയൊരു രൂപം ഉണ്ടാക്കി. മച്ച് ദാറ്റ് ഹീ സെഡ് വി ഓൺലി പാർഷ്യലി ആക്സെപ്റ്റഡ് ഓർ സംടൈംസ് ഡിഡ് നോട്ട് ആക്സെപ്റ്റ് അറ്റ് ഓൾ. ഗാന്ധിജി പറഞ്ഞ പല കാര്യങ്ങളും കുറച്ച് മാത്രമേ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരുന്നുള്ളൂ, ചിലത് ആക്സെപ്റ്റേ ചെയ്തില്ല എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാർ ആദ്യമൊക്കെ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊണ്ടില്ല, പിന്നെ കുറച്ചൊക്കെ ഉൾക്കൊണ്ടു അങ്ങനെ. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി, ഇതെല്ലാം സെക്കൻഡറി ആയിരുന്നു. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദി വെൽഫെയർ ഓഫ് ദി മേഴ്സസ് ഇൻ വ്യൂ. അപ്പോൾ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഫിയർലെസ്നെസ്സും ട്രൂത്തുമായിരുന്നു. അതായത് നിർഭയവും അതുപോലെ തന്നെ സത്യസന്ധതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും എസൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ഷൻസ് അലൈഡ് ടു ദിസ്, അതുപോലെ തന്നെ ഇതിനോട് അലൈൻഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് സമാനമായിട്ടുള്ള, ഓക്കെ, ഈ ഒരു സത്യം അതുപോലെ തന്നെ ഭയമില്ലായ്മ ഇതിനോട് സമാനമായിട്ടുള്ള ആക്ഷൻസ് ആണ് വേണ്ടത് എന്നായിരുന്നു. ആൾവേസ് കീപ്പിംഗ് ദി വെൽഫെയർ ഓഫ് ദി മാസസ് ഇൻ വ്യൂ, ജനങ്ങളുടെ വെൽഫെയർ ആയിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. Next, the greatest gift for an individual or a nation, so we had been told in our ancient book, was abhaya, not merely body courage but the absence of fear from the mind. അപ്പോൾ എന്താ പറയുന്നത്, the greatest gift ഫോർ ആൻ ഇൻഡിവിജ്വൽ ഓർ എ നാഷൻ, ഒരു രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ ദി ആൻഷ്യൻ ബുക്ക്, നമ്മളുടെ ആൻഷ്യൻ ബുക്കിൽ പറഞ്ഞ പോലെ, വാസ് അഭയ, ഫിയർലെസ്നെസ്, അതായത് ഭയമില്ലായ്മയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നോട്ട് മിയർലി ബോഡ്ലി കറേജ് ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദി മൈൻഡ്, അത് ശാരീരികമായിട്ടുള്ള ധൈര്യം മാത്രമല്ല മാനസികമായിട്ടുള്ള ധൈര്യവും ഉദ്ദേശിക്കുന്നുണ്ട്. The dominant impulse in India under British rule was that of fear. നമ്മളുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള ഡോമിനൻ്റ് ആധിപത്യം ചെലുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഓക്കെ, അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു റൂൾ എന്ന് പറയുന്നത് ഫിയർ കൊണ്ടുവരിക, ഭയം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പെർവസീവ്, ഒപ്രസിങ്, സ്ട്രാംഗ്ലിംഗ് ഫിയർ, ഫിയർ ഓഫ് ആർമി, ദ പോലീസ്, ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, fear of the official class, fear of law meant to suppress and of prison, fear of the landlord's agent, fear of the money lenders, fear of unemployment and starvation, which were always on the threshold. അപ്പം എന്താ പറയുന്നത്, എന്തിനൊക്കെയുള്ള ഫിയറാണ്? പെർവേസീവ് എന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ള സ്പ്രെഡിങ് ആയിട്ടുള്ള ഫിയർ. ഒപ്രസിങ് എന്ന് വെച്ചാൽ അടിച്ചമർത്തലിനോടുള്ള ഭയം. ഓക്കെ, സ്ട്രാംഗ്ലിംഗ് ഫിയർ എന്ന് വെച്ചാൽ ഒരുമാതിരി കഴുത്ത് നെരുക്കുന്ന പോലത്തെ പേടി. ഫിയർ ഓഫ് ദി ആർമി, ആർമിയോടുള്ള ഭയം. ഫിയർ ഓഫ് ദി പോലീസ്, പോലീസിനോടുള്ള ഭയം. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സീക്രട്ടായിട്ട് ഇൻഫർമേഷൻ എത്തിക്കുന്ന ചാരന്മാരുണ്ട്, അവരെ പേടി. ആരാണ് ചാരനെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് സംസാരിക്കാൻ പേടി. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്സിനോടുള്ള പേടി. ഫിയർ ഓഫ് ലോ, നിയമത്തോടുള്ള പേടി. മെയിൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രീസൺ, എന്ത് നിയമത്തോട്? നമ്മളെ അടിച്ചമർത്തുന്ന, സപ്രസ് ചെയ്യുന്ന, അതുപോലെ തന്നെ പ്രീസൺ എന്ന് വെച്ചാൽ ജയിലിലോട്ടാക്കുന്ന ആ നിയമത്തോടുള്ള പേടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിയർ ഓഫ് ദി ലാൻഡ് ഏജൻറ്റ്, ലാൻഡ് ഏജൻ്റ് ആയിട്ടുള്ള വ്യക്തികളോടുള്ള പേടി. ഫിയർ ഓഫ് ദി മണി ലെൻഡേഴ്സ്, പണം തരുന്ന വ്യക്തികളോടുള്ള പേടി. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാത്ത ആ ഒരു അവസ്ഥയോടുള്ള പേടി. ആൻഡ് സ്റ്റാവേഷൻ, പട്ടിണിയോടുള്ള പേടി. വിച്ച് വർ ആൾവേസ് ഓൺ ദി ത്രഷ് ഹോൾഡ്, അതെല്ലാം നമ്മളുടെ ത്രഷ് ഹോൾഡ് എന്ന ടേമിൻ്റെ മീനിങ് ഉമ്മരപ്പടിയിലുണ്ട്. അതായത് ഈ ഒരു ഭയമൊക്കെ നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. It was against this all-pervading fear that Gandhiji's quiet and determined voice was raised. It was against all this pervading fear, ഈ ഒരു സ്പ്രെഡ് ചെയ്യുന്ന, ഈ ഒരു വ്യാപിക്കുന്ന ഭയത്തോടായിരുന്നു ഗാന്ധിജീൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഡിറ്റർമൈൻഡ്, സൈലൻ്റ് ആണെങ്കിലും നിശ്ചയദാർഢ്യമുള്ള, നിശ്ചയം ഉറപ്പിച്ചിട്ടുള്ള ആ വോയിസ് റൈസ് ചെയ്തിരുന്നത് ഇതിനോട് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഈ ഒരു സ്പ്രെഡിങ് എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഭയത്തോടായിരുന്നു ഗാന്ധിജി എതിരായിട്ട് സംസാരിച്ചിരുന്നത്.
ബി നോട്ട് അഫ്രൈഡ്, ഗാന്ധിജി എന്താ പറഞ്ഞത്? ബി നോട്ട് അഫ്രൈഡ്, ഭയപ്പെടരുത്. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്, അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഭയപ്പെടാതെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നോട്ട് ക്വൈറ്റ്, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ആൻഡ് ഇറ്റ് ഫിയർ ബിൽസ് ഇറ്റ്സ് ഫാൻറ്റംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താ പറയുന്നത്? എന്നിരുന്നാലും ഫിയർ ബിൽസ് ഇറ്റ്സ് ഫാൻറ്റംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. ഈ ഒരു ഭയം എന്നുള്ളത് ഒരു ഫാൻറ്റം ഉണ്ടാക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നാണ്. അതാണ് ഏറ്റവും ഭയാനകരമായിട്ടുള്ളത്. ഈ കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്കുള്ള ഭയത്തേക്കാൾ അതിന് മുമ്പ് തന്നെ അത് ചിന്തിച്ചിട്ടുള്ള ഭയം ഉണ്ടാവുമല്ലോ. റിയാലിറ്റിയിലോട്ട് അടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയം എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകരമാണെന്ന് പറയുന്നത്. ആൻഡ് റിയാലിറ്റി വെൻ കാംലി അനലൈസ്ഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി ആക്സെപ്റ്റഡ് ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ. അപ്പോൾ എന്താ പറയുന്നത്? കാംലി അനലൈസ് ചെയ്യുമ്പോൾ, നമുക്ക് കാമായിട്ട് അതൊന്ന് നിരീക്ഷിക്കുമ്പോൾ, ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി ആക്സെപ്റ്റഡ്, അതിൻ്റെ അനന്തരഫലം നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ, അതിനോടുള്ള ആ ഭയത്തിനോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഭയാനകര അവസ്ഥ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. സോ സഡൻലി ആസ് ഇറ്റ് വർ ദ ബ്ലാക്ക് പോൾ ഓഫ് fear was lifted from the pupil's shoulder, not wholly of course, but to an amazing degree. എന്താ പറയുന്നത്? പെട്ടെന്ന് തന്നെ, സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ, ദ ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ. ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പാൾ എന്ന് വെച്ചാൽ ഈ ശവത്തിൻ്റെ മേലേക്ക് വിരിക്കുന്ന തുണിക്കാണ് പാൾ എന്ന് പറയാം. ആ ഒരു ഇത് ഫിയറിൻ്റെ ആ ഒരു മൂടിക്കെട്ടൽ അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം, ഓക്കെ, പേടിയുടെ ആ ഒരു തുണി ഇന്ത്യക്കാരുടെ മേലിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു, പൊക്കി എടുത്തു കളഞ്ഞു. ഫ്രം ദി പീപ്പിൾസ് ഷോൾഡർ, അതിങ്ങനെ നമ്മൾ ഷോൾഡറിൽ ആ ഭയം നമ്മൾ ഷോൾഡറിൽ ഇട്ട് നടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഭയത്തെ എടുത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. നോട്ട് ഹോൾലി ഓഫ് കോഴ്സ്, അത് മൊത്തത്തിലല്ല പറയുന്നത്. അതെ, മൊത്തത്തിൽ പേടി പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പോസിബിൾ അല്ല എന്ന് പറയുന്നത്. ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ളൊരു ഡിഗ്രി കണക്കിന് അത് ഇല്ലായ്മ ചെയ്തു. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫോൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. അപ്പോൾ എന്താ പറയുന്നത്? ഫിയർ, ഭയം എന്ന് പറയുന്നത് ഒരു ഫോൾസ്ഹുഡ്, ഒരു തിന്മയുടെ ഒരു കമ്പാനിയനാണ്, തിന്മയുടെ ഒരു കൂട്ടുകാരനാണ് ഭയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു നുണയുടെ കൂട്ടുകാരനാണ് ഭയം എന്ന് പറയുന്നത്. സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, സത്യം എന്ന് പറയുന്നത് ഭയമില്ലായ്മയാണ്. നമ്മളൊരു കാര്യം ഭയക്കുമ്പോഴാണ് നമ്മൾ കള്ളം പറയാം, ഓക്കെ. നമ്മൾ ഭയമില്ലെങ്കിൽ നമ്മൾ സത്യം പറയാം. അപ്പോൾ ആ ഫിയർ എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത് ഒരു തിന്മയുടെ കൂട്ടുകാരനാണ്, എന്നാൽ സത്യത്തിൻ്റെ കൂട്ടുകാരൻ ഭയമില്ലായ്മയാണ് എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വർ, നോർ ഡിഡ് ദേ ചേഞ്ച് ദെയർ എസെൻഷ്യൽ നാച്ചർ ഓവർ നൈറ്റ്. നെവർദെലെസ് a sea change was visible as the need for falsehood and furtive behavior lessened. അപ്പോൾ എന്താ പറയുന്നത്? The Indian people did not become much more truthful than they were. അവർ അത്രത്തോളം ട്രൂത്ത്ഫുൾ ഒന്നും ആയിട്ടില്ല ഇന്ത്യൻ പീപ്പിൾ, ഓക്കെ. അതായത് അവർക്ക് അത്രത്തോളം ഭയമൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നത്. നോ ഡിഡ് ദേ ചേഞ്ച് ദെയർ എസെൻഷ്യൽ നേച്ചർ ഓവർ നൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ എല്ലാ സ്വഭാവം മാറ്റി എന്ന് പറയുന്നത് സാധ്യമല്ല. നെവർദിലെസ്, എങ്കിലും എ സീ ചേഞ്ച് വാസ് വിസിബിൾ ആസ് ദി നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. സീച്ച എന്ന് വെച്ചാൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം വിസിബിൾ ആയിരുന്നു, നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ആസ് ദി നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. ഫർട്ടീവ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഒളിച്ചുകളി എന്നാണ് കേട്ടോ. അതായത് ഒരു നമ്മൾ കള്ളത്തരവും അതുപോലെ തന്നെ ഒളിച്ചുകളിയും, നമ്മളെ ഒളിച്ചുകളിയും എന്നുള്ള ആ ബിഹേവിയർ കുറക്കാൻ പറ്റി. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്, അതൊരു സൈക്കോളജിക്കൽ മാറ്റമായിരുന്നു. ആൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് ഹാഡ് പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദി പേഷ്യൻസ് പാസ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഗാന്ധി യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡായിരുന്നു. അതായത് നമ്മൾ ഈ പേഷ്യൻസിനൊക്കെ ഈ സൈക്കോളജിക്കൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഭയം ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പേഷ്യൻസിൻ്റെ പാസ്റ്റ് നോക്കിയിട്ട് എന്താണ് ഭയത്തിന് കാരണം എന്നൊക്കെ മനസ്സിലായി അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത്, ഓക്കെ, അതിലൂടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയായിരുന്നു ഗാന്ധി ഫോളോ ചെയ്തിരുന്നത്. ഇതിൽ പ്രോംപ്റ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അന്വേഷിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ പാസ്റ്റിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്താണ് ഈ ഭയത്തിന് കാരണം എന്ന് കണ്ടെത്തി അതിനൊരു ഇത് നൽകുക, ഓക്കെ, ആ ഫിയർ മാറ്റാനുള്ളൊരു പ്രതിവിധി നൽകുക എന്നുള്ള ആ ഒരു
ടെക്നിക്കായിരുന്നു ഗാന്ധി യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ഫൗണ്ട് ഔട്ട് ദി ഒറിജിൻ ഓഫ് ഹിസ് കോംപ്ലക്സസ്, എക്സ്പോസ്ഡ് ദം ടു ഹിസ് വ്യൂ ആൻഡ് ദസ് റീഡ് ഹിം ഓഫ് ദാറ്റ് ബേർഡൻ. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡ് വരുന്നത്? എന്താണ് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷന് കാരണം എന്നുള്ള അതിൻ്റെ ഒറിജിൻ കണ്ടെത്തി അത് വ്യൂ ചെയ്യുക, അതിനെ എക്സ്പോസ് ചെയ്യുക, അതിനെ പുറത്തേക്ക് കാണിക്കുക, എന്നിട്ട് അതിനുള്ളൊരു റിഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക, ഹിം ഓഫ് ദാറ്റ് ബേർഡൻ, ആ ബേർഡനിൽ നിന്ന് അയാളെ ഒഴിവാക്കുക. ഓക്കെ, ദർ വാസ് ദി സൈക്കോളജിക്കൽ റിയാക്ഷൻ ആൾസോ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അതെന്താണെന്നാണ് പറയുന്നത്. എ ഫീലിംഗ് ഓഫ് ഷെയിം അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് ആസ് ആൻഡ് എ ഡിസൈർ ടു സബ്മിറ്റ് നോ ലോങ്ങർ വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി. അപ്പോൾ എന്താ പറയുന്നത്? എ ഫീലിംഗ് ഓഫ് ഷെയിം, ഒരു നാണക്കേടിൻ്റെ ഒരു ഫീലിംഗ്, അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ. ഏലിയൻ റൂൾ എന്ന് വെച്ചാൽ പുറമേ നിന്ന് വന്നവരുടെ റൂള്. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രിട്ടീഷുകാരുടെ റൂള്. ഓക്കെ, സബ്മിഷൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് സമർപ്പണം. ഓക്കെ, അവരോട് നമ്മൾ കാണിച്ചിരുന്ന ആ സമർപ്പണം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ ആ നിയമത്തോടൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ആ ഭയവും സമർപ്പണം, ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്, അത് നമ്മളെ ഏറ്റവും അടിത്തട്ടിലെത്തി ഡീഗ്രേഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഹ്യൂമിലിയേറ്റ് നമ്മളെ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്നത് കേട്ടോ. ആൻഡ് എ ഡിസൈർ ടു സബ്മിറ്റ് നോ ലോങ്ങർ, പിന്നെ ഒരു ഡിസൈറാണ് എന്ത്, ഇനി ഒരിക്കലും അവരോട് സബ്മിറ്റ് ചെയ്യില്ല, അവർക്ക് വേണ്ടി സമർപ്പിക്കില്ല എന്നുള്ളൊരു ഡിസൈർ വന്നു. ഓക്കെ, വാട്ട് ഓവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, അതിൻ്റെ അനന്തരഫലം എന്തുമാവട്ടെ. ഓക്കെ, we did not grow much more truthful perhaps that we had been previously. നമ്മൾ മുമ്പുള്ളതിലേറെ അത്ര ട്രൂത്ത്ഫുൾ ഒന്നും ആയിരുന്നില്ല, അതായത് പേടി വീണ്ടും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ബട്ട് ഗാന്ധി വാസ് ആൾവേസ് ദർ ആസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത്. അപ്പോൾ എന്താ പറയുന്നത്? പക്ഷേ ഗാന്ധി എപ്പോഴും നമ്മൾക്കൊരു സിമ്പിളായിട്ട്, അൺകോംപ്രമൈസിങ് സിമ്പിൾ എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള, വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിമ്പിളായിട്ട് ഗാന്ധിജി നമ്മളുടെ കൂടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ട്രൂത്ത് ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ട്രൂത്ത്. ട്രൂത്ത് നമ്മളെ പൊക്കിക്കൊണ്ടുവരാനും നന്മയിലോട്ട് നമ്മളെ നയിക്കാനും വേണ്ടിയിട്ട്, അതായത് ഫിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ജേർണിയിൽ ഗാന്ധിജി നമ്മളുടെ കൂടെ ഒരു അൺകോംപ്രമൈസിങ് സിമ്പിളായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. പാർട്ട് 2 നെക്സ്റ്റ് എന്താണ് ആ ട്രൂത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്